സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘമായ ഒരു ഹദീസിലെ ഒരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ആദ്യ ഭാഗം റഹ്മത്തിന് വേണ്ടിയിട്ടും മധ്യഭാഗം മഗ്ഫിറത്തിന് വേണ്ടിയിട്ടും അവസാന ഭാഗം നരകമോചനത്തിന് വേണ്ടിയിട്ടുമാണ് എന്നുള്ളത് വിവരിക്കുന്നുണ്ട്. ശേഷം ഈ മാസത്തിൽ മറ്റുള്ളവരോട് ആരെങ്കിലും മയത്തിൽ പെരുമാറുകയാണെങ്കിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകിയ ആളുകളുടെ കൂട്ടത്തിലും നരകമോചനം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തും. ഈ മാസത്തിൽ നമ്മൾ 4 കാര്യങ്ങൾ തേടിക്കൊണ്ടേയിരിക്കണം. അതിൽ 2 കാര്യങ്ങൾ അള്ളാഹുവിനെ വല്ലാണ്ട് തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ നമ്മളാകുന്ന ജനങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് സാക്ഷ്യം വഹിക്കലും ഇസ്തിഗ്ഫാർ ചോദിക്കലുമാണ് അവനെ തൃപ്തിപ്പെടുത്തുന്ന നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. എന്നാൽ സ്വർഗത്തിനെ ചോദിക്കലും നരകത്തിൽ നിന്ന് മോചനം തേടലുമാണ് നമുക്ക് ആവശ്യമുള്ള, നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത 2 കാര്യങ്ങൾ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് റമളാൻ പിറന്ന അന്നു മുതൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ എന്ന ദിക്ർ നമ്മൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇത് വല്ലാണ്ട് ആവർത്തിക്കണമെന്ന് നമ്മളോട് മഹാന്മാരും പറയുന്നുണ്ട്.